നമ്മൾ വരയ്ക്കാൻ വന്ന സ്ഥലം കണ്ട ഞാനൊരു തവണ അവിടെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്ന് മഴയിട്ട് മിസ്സായി പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ലൊരു സ്ഥലമുണ്ടോ, അധികം ഒബ്ജക്ട്സ് ഒന്നുമില്ല ഉണ്ടോ. അവിടെ കണ്ട ചെറിയ ബ്രിഡ്ജ് ഉണ്ടോ, അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം ഇതൊക്കെ ഉണ്ട്, റിഫ്ലക്ഷനൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വഴി വളഞ്ഞു വരുന്നുണ്ട്. നമുക്ക് അവിടെ എന്തെങ്കിലും ഫിറ്റ് ചെയ്യണം. അവിടെ ഒരു വഴി വരുന്ന സ്ഥലത്ത് അവിടെ സൈക്കിളുകാരനെ ഒരു സ്കൂട്ടിയോ എന്തെങ്കിലും ഫിറ്റ് ചെയ്താൽ രസമാവും. അന്ന് ഈ പോസ്റ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് വരച്ചിരുന്നത്. അന്ന് പണ്ട് വൈഡായിട്ടൊരു ഫ്രെയിമായിരുന്നു ഇങ്ങനെ. ഇവിടെ നിന്ന് അന്ന് വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടാക്കിയത്. ഈ ഫ്രെയിം നല്ല ഫ്രെയിമാണ്, കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങാൻ നല്ല ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് ഫസ്റ്റ് ലെയർ കഴിച്ച് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണം അല്ലേ. ഒരു പരീക്ഷണമാണ് സത്യത്തിൽ. ഇങ്ങനെ ചെയ്യാൻ രസം. ഇനി നമ്മൾ പ്ലാൻ ചെയ്യണം. ഇന്ന് വലിയ പ്ലാനിലൊന്നുമില്ല. ഒരു ഫ്രെയിമാണ്, സെൻറ്ററിൽ കൂടെ നമ്മൾ കുറച്ച് ദൂരം കാണുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ പടമ കഴിഞ്ഞിട്ടുണ്ടോ, നല്ല വെളിച്ചമായി, നല്ല വെയിലായി. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഒരു ഗ്രേ ലെയറാണ്. ദൂരെയുള്ള ഭാഗം ഗ്രേ തന്നെയാണ്. അത്രയും ഡാർക്കാണ്, ഇതിനേക്കാളും ഡാർക്കാണ് അവിടെ. ഇത് കുറച്ച് ലൈറ്റാണ്. ഇവിടെ നമ്മളെ കപ്പത്തോട്ടം വളരെ സിമ്പിളായിട്ട് വരച്ചു. ഇവിടെ കൊമ്പ് ജില്ലയൊക്കെ റിഗർ ബ്രഷ് കൊണ്ട് വരച്ചു. നമ്മൾ പെർസ്പെക്റ്റീവുള്ള മതിൽ വരച്ചു. അങ്ങനെ ആ ചിത്രം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ സൈഡ് ഫ്രെയിം, സെൻറ്ററിൽ കൂടെ നമ്മൾ വെളിച്ചം കാണുന്ന പോലെ. ഇവിടെ ഒരാൾ വന്ന് വെള്ളം മുക്കി പോയിരുന്നില്ലേ, അത് വരച്ചു. അടിപൊളി.